നമസ്കാരം. ഏകാദശി വ്രതം. പ്രതിപദം മുതലുള്ള തിഥികളിൽ 11ാമത്തേതാണ് ഏകാദശി. അന്ന് ഹിന്ദുക്കൾ വിഷ്ണുപ്രീതിക്കായും പാപശാന്തിക്കായും അനുഷ്ഠിക്കുന്ന വ്രതമാണ് ഏകാദശി വ്രതം. മാസത്തിൽ ശുക്ലപക്ഷത്തിലും കൃഷ്ണപക്ഷത്തിലും ഓരോ ഏകാദശിയുണ്ട്. സൂര്യോദയത്തിൽ ദശമി സംബന്ധമുള്ള ഏകാദശിക്ക് ഭൂരിപക്ഷ ഏകാദശി എന്നും ദ്വാദശി സംബന്ധമുള്ളതിന് ആനന്ദപക്ഷ ഏകാദശി എന്നും പറയുന്നു. ഇവയെ തന്നെ യഥാക്രമം പിതൃപക്ഷമെന്നും ദേവപക്ഷമെന്നും പറയാറുണ്ട്. ഭൂരിപക്ഷ ഏകാദശിക്ക് സൂര്യോദയം മുതൽ ദിനാരംഭവും ആനന്ദപക്ഷ ഏകാദശിക്ക് അരുണോദയം, അതായത് സൂര്യോദയത്തിന് 4 നാഴിക മുമ്പ് മുതൽ ദിനാരംഭവും ആകുന്നു. ആനന്ദപക്ഷക്കാർ അരുണോദയത്തിൽ ഏകാദശിക്ക് ദശമി സ്പർശം വന്നാൽ ആ ദിവസം വ്രതം അനുഷ്ഠിക്കുകയില്ല. പിറ്റേ ദിവസമാണ് അവർക്ക് വ്രതാനുഷ്ഠാനം. 2 ദിവസം അരുണോദയത്തിൽ ഏകാദശി വന്നാൽ പിറ്റേ ദിവസം വ്രതം ആചരിക്കുന്നു. പൈതൃക ക്രിയകൾക്ക് ദശമി സംബന്ധമായ ഏകാദശിയും മുമുക്ഷുക്കൾക്ക് ദ്വാദശി സംബന്ധമുള്ള ഏകാദശിയും വിധിക്കപ്പെട്ടിരിക്കുന്നു. പൊതുവെ സ്വീകരിച്ചു വരുന്ന ഏകാദശി വ്രതാനുഷ്ഠാന വിധി ഇപ്രകാരമാണ്. ദശമി ദിവസം ഒരു നേരം മാത്രമേ ഭക്ഷണം കഴിക്കാവൂ. വെറും തറയിലാവണം ശയനം. സഹശയനം പാടില്ല. ഏകാദശി ദിവസം രാവിലെ കുളിച്ച് കഴിയുമെങ്കിൽ വെള്ളവസ്ത്രം ധരിച്ച് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക. ആ ദിവസം മുഴുവനും തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ ഈശ്വര ഭജനവുമായി കഴിച്ചുകൂട്ടുന്നത് ഉത്തമമാണ്. ഊണുറക്കങ്ങൾ ആ ദിവസം തീർത്തും വർജ്യമാണ്. തുളസി തീർത്ഥം സേവിക്കാം. ഏകാദശി തിഥിയുടെ അന്ത്യപാദവും ദ്വാദശിയുടെ ആദ്യപാദവും ചേർന്ന 30 നാഴികയാണ് ഹരിവാസരം. ഈ സമയം ജലപാനം കൂടി ഒഴിവാക്കി വ്രതമനുഷ്ഠിക്കാറുണ്ട്. തൈലം, താമ്പൂല ചർവണം, സ്ത്രീസേവ എന്നിവ ഒഴിവാക്കുകയും മനഃശുദ്ധിയും ശരീരശുദ്ധിയും വാക്ശുദ്ധിയും പാലിക്കുകയും വേണം. മൗനാചരണവും ഉത്തമമാണ്. ദ്വാദശി ദിനത്തിൽ കുളിച്ച് വിഷ്ണു പൂജ ചെയ്യണം. ബ്രാഹ്മണർക്ക് ദാനം, ഭോജനം തുടങ്ങിയവയും നൽകാറുണ്ട്. അതിനുശേഷമാണ് പാരണ, വ്രതസമാപ്തി കുറിച്ചുകൊണ്ടുള്ള ഭക്ഷണം നടത്തുക. ആ ദിവസം പിന്നെ ഭക്ഷണം കഴിക്കരുത്. ഏകാദശി ദിനത്തിലെ പൂർണ്ണോപവാസം ഏവർക്കും സാധിച്ചു എന്ന് വരികയില്ല. അവർക്ക് ഒരു നേരം ഫലവർഗ്ഗങ്ങളോ മറ്റോ കഴിക്കാവുന്നതാണ്. നെല്ലരിച്ചോറ്, അരി കൊണ്ടുള്ള പലഹാരങ്ങൾ തുടങ്ങിയവ അന്ന് തീർത്തും വർജ്യമാണ്. ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവർ ആ ദിവസങ്ങളിൽ അരിയാഹാരം നിർബന്ധമായും ഉപയോഗിക്കരുതെന്നാണ് വിധി. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.